ഇപ്പോൾ സാർ പറഞ്ഞു കുറേ പടത്തിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു, ഒന്നിച്ച് പ്രൊമോഷൻ ചെയ്യേണ്ടി വരുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജാഫർക്ക് വേറൊരു പടത്തിൽ നിന്നും അതിൻ്റെ പ്രൊമോഷൻ വരാതെ വേറൊരു ഫംഗ്ഷന് ചെന്നതായിട്ട് അറിഞ്ഞു. അപ്പോൾ അവിടെ ആ ഒരു ഇഷ്യൂ സംസാരിക്കുകയും അതൊരു വിവാദമായി മാറുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കിട്ട് ഈ ഒരു ലൊക്കേഷനിലേക്ക് അത് പ്രൊമോഷനിലേക്ക് അങ്ങനെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ വിവാദങ്ങളിൽ ചെന്ന് ചാടാനുള്ള ചാൻസ് കൂടുതലല്ല. എനിക്കാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദം കഴിഞ്ഞുവല്ലേ. പിന്നെ നമ്മൾ ഏത് വിവാദത്തിൽ ചാടിക്കഴിഞ്ഞാൽ ഇതിലൂടെ പോകില്ല. സത്യം വേണം അതിനകത്ത്. അതുകൊണ്ട് ഞാൻ കുറച്ചും കുറച്ചില്ല, സത്യം വേണം. പറയുന്ന ആൾക്കാർ സത്യം പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. സത്യമാണ് പറഞ്ഞത്. എന്നെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായി? നുണ പരിശോധന, നാർക്കോ അനാലിക്ക്, ഇതൊക്കെ ചെയ്യാൻ കൊള്ളാമല്ലേ. 54 വയസ്സായി എനിക്ക്. ഇപ്പം മുട്ടിലൊക്കെ പെയിൻ്റ് ഇതൊക്കെ അതിലും വലിയ സംഭവം. ആന മറിഞ്ഞു വന്ന അന്നേരം ചെറിയ പ്രാണികൾ ഇതിലൂടെ പറയും കൂടെ പോകുള്ളൂ. ആരും പറയും അയ്യേ അതൊക്കെ നമ്മൾ കേട്ടോണ്ടിരുന്നാലേ നമുക്ക് ഇത് എടുപ്പത് പണിയില്ല. പോലെ നമ്മൾ അയലോക്കത്ത് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കണം. അത് തന്നെ കൊള്ളുള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അതിന് എന്തെങ്കിലും അരിയും പ്രശ്നം കഴിച്ചു കൊടുക്കുക. തൊട്ട് അയലോക്കത്ത് വീട്ടിൽ പട്ടിണി നടക്കുന്നത് തിരക്കുക. അത് അവിടുത്തെ പ്രശ്നങ്ങൾ എടുത്തിട്ട് നമ്മൾ പെരുമാറുമല്ലോ. അവിടെ പട്ടിണി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇച്ചിരി സഹായിക്കണം. അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ ഇവിടെ കേട്ടോ കേരള തേസിൽ ചെന്നപ്പോൾ ആരും ചോദിച്ചപ്പോൾ അങ്ങനെയല്ല പറഞ്ഞു. കേരള ചാനലുണ്ട് ചോദിച്ചു, എന്തോ വലിച്ച് ഷൂ പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും എന്തിലും കയറിയിട്ടുണ്ട് ഇവിടെ കേട്ടിട്ട് ഇതോടെ പറഞ്ഞിട്ട് വെച്ചാൽ നമുക്ക് ഒത്തിരി പണികളുണ്ട്. അങ്ങനെയാണ് നമ്മളില്ല. കൊള്ളൂലാത്തൊന്നും നമ്മളേക്കല്ല. നല്ലോണ്ട് പറയാം. മോൻ പറയാം എവിടെയെങ്കിലും എന്തിനും കഷ്ടപ്പാടെന്ന് പറയാം. 1000 രൂപ കൊള്ളുക. അതൊക്കെ പറയാം കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. വേറെ തന്നെ അപ്പോഴും നമുക്ക് പറയാനുള്ള മാങ്കവും മതി. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേർ ചോദിച്ചാൽ പറയും എന്നാ മാങ്കോ മുറി. ഒരു മാങ്ങ എടുത്തിട്ട് 4 ആയിട്ട് കീറിട്ട് അതിൽ ഒരു മുറി. അതാണ് മാങ്കോ മുറി. ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു എനിക്കറിയില്ല മാങ്കോ മുറി. അപ്പം മാങ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാങ്ങ. ആ പിള്ളേർ ചോദിച്ചു, എൻ്റെ മോള് ചോദിച്ചു. തിരക്കും അവരെ ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ കൈകാര്യം ചെയ്തത് ഞാനല്ല. ഞാനൊരു ഫേസ്ബുക്ക് കൈകാര്യം ചെയ്ത ഏതോ ലോകത്തേക്ക് എന്തോ പോയി, അത് നിർത്തി. എൻ്റെ മോളോ കൈകാര്യം ചെയ്യണം. അപ്പം മോളിനോട് ചോദിച്ചു എന്നാ കുറിച്ച് മാങ്കോ മുറി എന്തെങ്കിലും അവളെ പഠിച്ച കുട്ടിയൊക്കെ അല്ലേ. അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചു എന്നാ കുറിച്ച് ചോദിച്ചിട്ട് അത് പിള്ളേരോട് അങ്ങനെ പറഞ്ഞു. പിള്ളേരോട് അങ്ങനെ എന്നിട്ട് എന്ന് പറയും മാങ്കോ മുറി. ചേട്ടാ അതെ ഞാൻ ഇച്ചിരി തിരക്കില്ല, ഞാൻ ഒരു കാര്യം ചെയ്യുന്നില്ല, ഞാൻ ചമ്മണ്ടല്ല. അപ്പം ഞാനിത് പിള്ളേരോട് പറഞ്ഞു. അച്ഛൻ ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 4 ആക്കി ഒരു മാങ്ങ എടുത്തിട്ട് 4 ആക്കി കീറുക, ഒരു മുറി മാറ്റി വയ്ക്കുക. ആ ഒരു മുറിയാണ് മാങ്കോ മുറി. അതെനിക്കറിയാവുള്ളൂ. പക്ഷേ ഈ മാങ്കോ മുറി എന്താണെന്നുള്ള കാര്യം ഇവിടെ ഇരിക്കുന്ന അദ്ദേഹത്തിനറിയാം. പിന്നെ കൈക്കൂലി കൊടുത്ത് കഥ കേട്ട അദ്ദേഹത്തിനറിയാം. പിന്നെ എഴുതിയ ഇദ്ദേഹത്തിനറിയാം. ദൈവം തമ്മിലും അറിയാം. 4 പേർക്ക് അപ്പം മാങ്കോ മുറി അറിയുള്ളൂ. അങ്ങനെ ഇതിനെ മടമ്പൂര് ഇവരെൻ്റെ അല്ലെങ്കിൽ എന്താ ഈ മാങ്ങ വിളിച്ചു വന്നു അഭിനയിച്ചു അങ്ങനെയല്ലേ. അത്രയല്ലേ ഉള്ളൂ. അത് ഞങ്ങൾ പക്ഷെ ഞാൻ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളോട് പറയാതെ. അവിടെ ഒരു പൊളിച്ചടിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അത് കാണുമ്പോൾ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് 150 സിനിമകളോളം അഭിനയിച്ചത്. അപ്പം ഇത് അതൊരു വലിയ സിനിമ കുറേ സിനിമകൾ എത്രയെന്നൊരു അളവ് എത്ര പറഞ്ഞു? 200 വരെട്ടെ 250 വരെട്ടെ എണ്ണിക്കൊള്ളൂ കേട്ടോ. എന്നെ എടുത്തിട്ട് പഠിച്ചത് അപ്പോൾ കറക്റ്റ് അറിയാം. അത്രയൊന്നും അല്ല കേട്ടോ. അതിനൊക്കെ മുകളിൽ ഒത്തിരി പറഞ്ഞു. തീർച്ചയായും. അപ്പോൾ അതിൽ കൂടുതൽ സിനിമകളുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷം. അപ്പം അത്രയും സിനിമകൾ മലയാള സിനിമയിലെ എല്ലാ സീനിയേഴ്സുമായിട്ട് അവർ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കാൻ അവരുടെ ഡയറക്ഷനിലായാലും അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം താങ്കൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമയിൽ വേണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന റോൾ ഇതേപോലെ കിട്ടണം എന്ന് വേണേൽ ഡിമാൻഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് ഒരു സീനാണെങ്കിൽ പോലും അഭിനയിക്കാൻ തയ്യാറായിട്ടൊരു ആക്ടറാണ് താങ്കൾ. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വേണമെങ്കിൽ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആക്ടറായിരുന്നു. വേണമെന്ന് വെച്ചാൽ വേറൊരു ലെവലിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആക്ടർ, ഒരു സീനിയർ ആക്ടറാണ് താങ്കൾ. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പോവാതെ എനിക്കിത് ഇങ്ങനെ ഒരു ജീവിതം മതി തീരുമാനിക്കാറില്ല? കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടുള്ളൂ. അതായത് ഒറ്റ അത്രേ ഉള്ളൂ. കുറിക്കപ്പെട്ടത് വിധിക്കപ്പെടും. എനിക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുറിച്ച് വെച്ചിരുന്ന് പറയണമെങ്കിൽ ഞാൻ ആരാ അത് പറഞ്ഞിരിക്കുന്നത്? ആ പറഞ്ഞ ആളുമായിട്ടാണ് ബന്ധം. എനിക്ക് ആ ആളുമായിട്ടാണ് ബന്ധം. അത് ജീവിതത്തിലെ
ഏറ്റവും വലിയ ബന്ധം ആ പറഞ്ഞ വ്യക്തിയായിട്ടാണ്. അല്ലാതെ ഈ അവിടെ ഇവിടെയും കിടന്ന് ആരെങ്കിലും കൂടെ കുറച്ചോണ്ടിരുന്ന അതൊന്നും കേട്ടോണ്ടിരിക്കുന്ന ആളല്ല ജാഫർ. അപ്പം ദൈവം എന്ന് പറയുന്ന ആൾ കുറിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന എല്ലാവർക്കും കുറിച്ച് വെച്ചിരിക്കുക വിശ്വാസമുള്ളവർക്ക്. അത് നമുക്ക് വിധിക്കപ്പെടും. എനിക്ക് എൻ്റെ അന്നത്തെ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടുന്നേ. ഈ പിടിച്ചു പറിച്ചു മേടിക്കണ്ട, ഒന്നും വേണ്ട. ഞാൻ ആരോടും ചാൻസ് ചോദിക്കുന്നൊന്നുമില്ല, ഒന്നുമില്ല. ഇപ്പം വരെ മോനെ ഒന്നാമത് വെള്ളത്തിലെ കൊമളയാണ് ഈ ആർട്ടിസ്റ്റുകൾ ഈ സിനിമാക്കാരും ഒക്കെ ആയിട്ട്. അത് കുറേ ആൾ ഇങ്ങനെ കറങ്ങി നടക്കും. അത് പൊട്ടിപ്പോയതാണ്. അതിന് പുറകിൽ കുറേ കൊമളകളൊന്നും വരും. അതിങ്ങനെ കയറി വരുമെന്ന് നമുക്കൊരു ചിന്താഗതി വേണം. നമ്മളിലും കഴിവുള്ള ആളുകൾ നമ്മുടെ പുറകിലുണ്ട്. ഇതിനകത്ത് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, എത്തിപ്പെടുത്തുന്നില്ല. എത്തിപ്പെടുത്താത്ത ആൾക്കാരാണ് കുറച്ച് മുമ്പ് പറഞ്ഞ് എന്താ പറഞ്ഞത്, അങ്ങനെ പറയും. അതാണ് അമ്പിളി പറഞ്ഞില്ലേ, എൻ്റെ കൂടെ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ഇതാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞില്ലേ. എൻ്റെ ദൈവത്തിലാണ് സത്യം. ഞാനിപ്പോൾ കേൾക്കുക ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആരോ ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. നമുക്ക് കുറേ ആത്മാർത്ഥ സുഹൃത്തുക്കളും സ്വന്തം ബന്ധം മറ്റവരൊക്കെ ഉണ്ട്. എനിക്ക് സുഹൃത്തുക്കളുണ്ട്. അവർ സുഹൃത്തുക്കളാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ പോകാറുണ്ട്. നിശ്ചയം ദൈവമാണ്, അത് വിശ്വസിച്ച് പോകുന്ന ആ ആൾ തകർത്ത് കഴിഞ്ഞാൽ ഞാൻ തകർന്നു പോകും. അല്ലാതെ ഈ ലോകത്തിലെ ഒരു മനുഷ്യൻ തകർത്താൽ ഞാൻ തകരില്ല. അത്രയോടെ എന്നെ പറയും. അപ്പം ഞങ്ങളുടെ പടം കാണണം. എൻ്റെ തകർച്ചയും ഇതൊന്നുമല്ല. അതുകൊണ്ട് സിനിമ ഞങ്ങളുടെ മാങ്കോ മുറി ഒറ്റ കഷ്ണം മാറ്റി വെച്ചില്ലേ, ആ സാധനം എന്നെ അതൊന്ന് നോക്കാം. അത് നല്ല പഴുത്താണോ ഉപ്പുള്ളതാണോ പുളിയുള്ളത്. ലാലി മേളത്തിൽ ഇല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഒരൊറ്റ നിലപാടുള്ള ആൾക്കാരല്ലല്ലോ സിനിമ എടുക്കുന്നത്. എപ്പോഴും നമ്മളും നമ്മുടെ നിലപാടിൽ തന്നെ. എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം നിലപാടുള്ള ഒരു നടി എന്നുള്ള ഒരു പേരിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നതും ഇതുവരെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ എനിക്ക് അങ്ങനെ ഒരു കുറയാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട് ചിലപ്പം കൂടാനും കുറയാനും ഒക്കെ അങ്ങനെയുള്ളൂ. അല്ലാതെ നിലപാടും നമ്മുടെ ജോലിയും നിലപാടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് എനിക്ക് പ്രത്യേകിച്ച് ഈ സിനിമ ഫീൽഡിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ എൻ്റെ നിലപാടുകളിൽ ഞാൻ എപ്പോഴും ഉറച്ച് നിൽക്കുക തന്നെ ചെയ്യും. മനസ്സിലായില്ല. അല്ല, അത് ഇപ്പം നമ്മൾ സമൂഹത്തിലുള്ള കഥാപാത്രങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. അതിൽ ചിലപ്പോൾ ആ കഥയ്ക്കനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആ കഥാപാത്രങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിലപാട്. ഇപ്പം ഞാൻ ഒരു ഭയങ്കര സ്ത്രീവിരുദ്ധയായ അല്ലെങ്കിൽ ഒരു കുലസ്ത്രീയായിട്ടൊക്കെ വേഷത്തിൽ അഭിനയിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അത് എൻ്റെ ലൈഫിൽ ഞാൻ അല്ലെങ്കിൽ ആ കഥയെ അത് മുന്നോട്ട് നയിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് അത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് ആ എഴുത്തുകാരോട് വേണമെങ്കിൽ പറയാം. പക്ഷെ അത്രയൊന്നും ഒരു സ്വാധീനം ചെലുത്താനുള്ള കഴിവ് പോലും ആയിട്ടില്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് ആ ഒരു സ്വാധീനം ചെലുത്താനുള്ള ഒരു ഇതിലേക്ക് ഞാൻ ആ ഒരു നിലയിലേക്ക് എത്താനുള്ള ഒരു ശ്രമമെങ്കിൽ ഞാൻ നടത്തും. പക്ഷെ അതുവരെ ഇതുപോലത്തെ ഉള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് നമ്മുടെ ലോകമെന്ന് മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നിലപാടുകൾ തുടരുകയും സിനിമയിൽ പരമാവധി കിട്ടുന്ന വേഷങ്ങളൊക്കെ അഭിനയിക്കുകയും ചെയ്യും.